എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദോക്കിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ദോക്കിയുടെ അമ്മയ്ക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് എന്നും അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദോക്കി അങ്ങോട്ടേക്ക് വരും. ഇപ്പൊ ദോക്കി അമ്മയോട് പറയും, എനിക്ക് സ്കൂൾ കഴിഞ്ഞ മിലിറ്ററി അക്കാദമിയിൽ പോയി ചേരണം, എന്റെ പാഷൻ അവിടെയാണെന്ന് തോന്നുന്നു. നീ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാന്നോർത്താണ് അവിടെ പോകുന്നത്, നീ അതൊന്നും ആലോചിക്കണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറയുന്ന അവന്റെ അമ്മയോട്, എനിക്ക് ശരിക്കും മിലിറ്ററി ഓഫീസർ ആവാൻ തന്നെയാണ് ആഗ്രഹം, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് തിരഞ്ഞെടുത്തതെന്ന് പറയും. കെട്ടാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ദോക്കി അമ്മയെ ആ കില്ലറെ കൊല്ലുന്ന സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാണ്. അവന്റെ തൊട്ടരികിൽ തന്നെയായിട്ട് സങ്ചുൾ ഇരിപ്പുണ്ട്. ഹനയ്ക്ക് പെട്ടെന്ന് ഓഫീസിലോട്ട് തിരിച്ചു പോകേണ്ടതുകൊണ്ട് അവളാണ് സങ്ചുളിനെ വിളിച്ചു വരുത്തിയത്. നീ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് എല്ലാ ചെക്കപ്പും ചെയ്യും, എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ ഉള്ളതെന്ന് സങ്ചുൾ പറയുമ്പോൾ തനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞിരിക്കുവാണ് ദോക്കി. ഇവന്റെ കാര്യം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഗോയിൻ ഓടിയെത്തുന്നുണ്ട്. ഗോയിൻ ആണെങ്കിൽ വഴക്ക് പറയുന്നത് മൊത്തം സങ്ചുളിനെയാണ്. ദോക്കിയെ റെസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നും പറഞ്ഞു. നീ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ, അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണെന്ന് സങ്ചുൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗോയിൻ ഉണ്ടോ കേൾക്കുന്നു. അവൾ വീണ്ടും സങ്ചുളിനെ വഴക്ക് പറയും. ദോക്കിയോ സങ്ചുളോ ഒരക്ഷരം മിണ്ടാനും പോയില്ല, കാരണം രണ്ടെണ്ണത്തിനും ഗോയിനെ പേടിയാണ്. കെട്ടാകുമ്പോൾ ഹന നേരെ ഓഫീസിലോട്ട് ഓടിപ്പോകാൻ കാരണം ആ പോലീസ് ഓഫീസറിന് ഒരു വണ്ടി ഇടിച്ചിടുന്ന ദൃശ്യങ്ങൾ അവർക്ക് കിട്ടി. ആ ഇടിച്ചിടുന്ന വണ്ടി സെയിം ഡിലക്സ് ടാക്സി ആണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആരാണ് ആ ടാക്സി ഡ്രൈവർ എന്ന കാര്യത്തിലാണ് ഇനി അവർക്ക് സംശയം. അങ്ങനെ ഹന നേരെ ചെല്ലുന്നത് ഈ സങ്ചുൾ ബ്ലൂ ബേർഡ് അസോസിയേഷനിൽ എല്ലാവർക്കും വേണ്ടി വച്ചിരിക്കുന്ന ഒരു തെറാപ്പി സെക്ഷനിലേക്കാണ്. ഈ ബ്ലൂ ബേർഡ് അസോസിയേഷനിലുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നുപോയതാണ്. അവരുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തെറാപ്പി. ഇന്ന് ലൈഫ് സ്റ്റോറി പറയുന്നത് എഞ്ചിനീയർ ചോയും പാക്ജിനുമാണ്. രണ്ടുപേരുടെയും കഥ ഒന്ന് തന്നെയാണ്. എഞ്ചിനീയർ ചോയുടെ അനിയൻ പാക്ജിന്റെ പെങ്ങളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. രണ്ടുപേരും ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. പുതിയ വീട് വാങ്ങി ഹൗസ് വാമിങ്ങിന് രണ്ടുപേരും ചേട്ടന്മാരെ വിളിക്കാനൊക്കെ വേണ്ടി നിൽക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു വ്യക്തി രണ്ടുപേരെയും കുത്തി ആ ഒരു അപ്പാർട്ട്മെന്റിന് തീയിട്ടത്. ചോയ്ക്ക് തന്റെ അനിയനെയും പാക്ജിന് തന്റെ പെങ്ങളെയും നഷ്ടപ്പെട്ടു. ഇവർ ഈ കഥ പറഞ്ഞ് പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ വല്ലാതെ അപ്സെറ്റായി ഗോയൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാം. ഇതെല്ലാം തന്നെ ഹനയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്തോ ഒരു കാര്യം സങ്ചുളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഹന ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇപ്പം ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ കാര്യത്തെക്കുറിച്ച് ഹന സങ്ചുളിനോട് പറയുന്നില്ല. കെട്ടാകുമ്പോൾ ഓഫീസിലെ പെൻഡിംഗ് ആയിട്ടുള്ള പരാതികൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യങ്മിൻ എന്ന വ്യക്തിയുടെ യുഡാറ്റയുടെ ചെയർമാൻ തന്നെ ഉപദ്രവിച്ചു എന്ന പരാതി കാണുന്നത്. ഇത് കണ്ട് ഈ യുഡാറ്റ ഏതാണെന്ന് ഹന അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലൗഡ് കോണ്ടന്റ് സർവീസ് അവരുടേതാ. ഒരുപാട് മൂവീസും ഡ്രാമാസും എല്ലാം അവരിൽ നിന്നാണ് പലരും ഡൗൺലോഡ് ചെയ്യുന്നത്. അവര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പുള്ളികളാണെന്ന് പറയുവാണ്. ഇതേസമയം സംഗ്മി ആ ചെയർമാന്റെ കൂടെയാണുള്ളത്. പുള്ളിക്കാരനോട് ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് അവൾ പെരുമാറുന്നത്. അയാളുടെ പണം കണ്ടിട്ടാകാനാണ് കൂടുതൽ ചാൻസ്. ഇവർക്കിടയിൽ എന്തൊക്കെയോ ഡീലിങ്സ് ഉണ്ട്. എത്ര വയസ്സുള്ള കണ്ണുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? മറ്റു ഓർഗൻസിനെ വെച്ച് നോക്കുമ്പോൾ കണ്ണുകൾ പെട്ടെന്ന് കിട്ടും. എന്തായാലും ചെയർമാന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ അതിനൊരു എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. വയസ്സ് എനിക്കൊരു പ്രശ്നമല്ല, ഫ്രഷ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെ വേണമെന്ന് ഇയാളും. അവിടെ നിന്ന് പോകുന്ന സംഗ്മി അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട്സും കൊണ്ടാണ് പോകുന്നത്. കെട്ടാകുമ്പോൾ ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്ത ആളുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന സങ്ചുളിനെ കാണുമ്പോൾ ദോച്ചൾ ഇവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. നീ എന്നെ കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്, ഇത്തിരി ജീവനെങ്കിലും ബാക്കി വെച്ചാൽ പിന്നെ നിന്റെ കാര്യം പോക്കാം, അല്ലെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കെതിരെ മൊഴി കൊടുത്തവളെ കൊല്ലാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ഞാൻ. ഇവിടെ നിന്ന് ഞാനൊന്ന് ഇറങ്ങട്ടെ, നീ ആ ടാക്സി ഡ്രൈവർ എല്ലാത്തിനും ഞാൻ നിർക്കും. ഇവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അതുപോലെ ചെയ്ത കാര്യത്തിൽ കുറ്റബോധം വന്നിട്ടില്ല. നിനക്ക് സുൻമിൻ എന്ന് പറഞ്ഞൊരു മോളുണ്ടല്ലേ, കുറച്ചുനാൾ മുന്നേ അവളുടെ കല്യാണം കഴിഞ്ഞു. അവളെ ഹസ്ബൻഡിനോടും അയാളുടെ ഫാമിലിയോടും പറഞ്ഞിട്ടുള്ളത് അവളുടെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയെന്ന്. എന്താ ഞാൻ പോയി പറയട്ടെ ആ വീട്ടുകാരോട് അവളുടെ അച്ഛന്റെ പേര് ദോച്ചുൾ എന്നാണെന്ന്, ഈ നാട് അന്വേഷിച്ച് നടക്കുന്ന ഒരു കുറ്റവാളിയാണെന്ന്. മകളുടെ കാര്യം പറയുമ്പോൾ ദോച്ചുളിന് കൊള്ളും. അവളെ ഒന്നും ചെയ്യരുത്, അവളെ ഇതിലോട്ട് വലിച്ചിടരുതെന്നും പറഞ്ഞ് യാചിക്കും. നീ എന്തുകൊണ്ട് നീ ഉപദ്രവിച്ച വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചില്ല? അവർക്കും അവരെ കാത്തിരിക്കുന്ന ഇതുപോലൊരു ഫാമിലി ഉണ്ടായിരുന്നില്ലേ? നീ ഇല്ലാണ്ടാക്കിയ കുട്ടിയുടെ ഫാമിലി ഇനിയൊരു സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ കഴിയാതെ കിടക്കുക. സോ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദോച്ചുൾ. കെട്ടാകുമ്പോൾ യുഡാറ്റയ്ക്കെതിരെ കംപ്ലൈന്റ് പറഞ്ഞ യങ്മിൻ എന്ന ചെറുപ്പക്കാരനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹനയും അസിസ്റ്റന്റും. കെട്ടാകുമ്പോൾ ദോക്കിയാണെങ്കിൽ വീണ്ടും അമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവൻ വണ്ടിയെടുത്ത് ഒരു റൈഡിന് പോകാൻ വേണ്ടി തുനിയാണ്. ഈ സമയം ഗോയൻ വിളിച്ച് തന്നെ ഒരു റൈഡിന് കൊണ്ടുപോകുമെന്ന് ചോദിക്കും. അവളും ദോക്കിയെ പോലെ തന്നെ ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിനക്ക് എങ്ങോട്ടെങ്കിലും പ്രത്യേകമായിട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എത്ര ദൂരം എന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുവാണ് അവൾ. അതിനവൻ ഇതിന്റെ പെട്രോൾ തീരുന്നത് വരെ കൊണ്ടുപോകാന്ന് പറയും. ഇപ്പൊ ഇവള് നമ്മളൊരാളെ മിസ് ചെയ്താ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാളെ കുറിച്ച് ചിന്തിക്കും എന്ന് പറയുവാണ് ദോക്കി. എന്നിട്ടും മിസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവരെ കുറിച്ച് കൂടുതൽ ആലോചിക്കും. എന്നിട്ടും മിസ് ചെയ്താലോ? ചിന്തിക്കുന്നതിനപ്പുറം നീ എന്താ ചെയ്യാ? അപ്പൊ ദോക്കി പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ കുറിച്ച് സംസാരിക്കും, അവരോടൊപ്പം ഉണ്ടായിരുന്ന നല്ല ഓർമ്മകൾ നീയും അങ്ങനെ തന്നെ ചെയ്യാൻ പറയും. അങ്ങനെ ഇപ്പൊ ഗോയൻ അവളുടെ ചേച്ചിയും ഒത്തുള്ള നല്ല മെമ്മറീസ് ഇവനോട് ഷെയർ ചെയ്യുവാണ്. കുട്ടിക്കാലത്ത് രണ്ടാളും വഴക്ക് പിടിക്കുന്നതും അത് കണ്ട് ഇവരുടെ അമ്മ വഴക്ക് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തിരിച്ചു പറയാതെ അതെല്ലാം കേട്ടോണ്ടിരിക്കുവാണ് നോക്കി. കെട്ടാകുമ്പോൾ ജിന്ന് ഹനയെ ഓഫീസിലോട്ട് വിളിപ്പിച്ച്
യൂഡാറ്റയ്ക്കെതിരെ വന്ന കംപ്ലൈന്റ് പിൻവലിക്കാനായിട്ട് പറയും. യൂഡാറ്റയുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള യങ്തക് എന്ന് പറയുന്ന പുള്ളി പണ്ടത്തെ ജിന്നിന്റെ ഒരു ബോസ് ആയിരുന്നു. പുള്ളി ജിന്നിനെ കോൺടാക്ട് ചെയ്ത് ഈ കേസ് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിപ്പിച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ സ്വന്തത്തിന്റെയും ബന്ധത്തിന്റെയും കാര്യം പറഞ്ഞൊരു കേസ് മാറ്റാൻ പാടില്ല, അത് തെറ്റാണ്. മാത്രമല്ല ഈ യൂഡാറ്റയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഒരു കേസ് വരുന്നത്. അവർ എംപ്ലോയീസിനെ ഭയങ്കര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫയൽ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഒന്നും നോക്കാതെ ജിൻ അത് മൊത്തം കീറി കളയുവാണ്. ഇനി കേസില്ല, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സംജുൾ വരുന്നത്. ജിന് ബാത്റൂമിലേക്ക് പോകുന്ന സമയം സംജുൾ ആ കീറി കിടക്കുന്ന ഫയൽസ് എടുത്ത് നോക്കും. ഇവിടെ ഹനയാണെങ്കിൽ ഈ ജോലിയെ മതിയെന്നും പറഞ്ഞ് ബാഗും എടുത്ത് പോകാൻ വേണ്ടി തുനിയാണ്. കാരണം വളരെ സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിലാണ് അവള്. ഇതുപോലുള്ള വാഗ്ദാനങ്ങളിലൊന്നും ഇവള് വീഴില്ല. താൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഹനയെ വളരെ ബുദ്ധിമുട്ടിയാണ് അസിസ്റ്റന്റ് പിടിച്ചു നിർത്തുന്നത്. ഇപ്പൊ സംജുള് ജിന്നിന്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഫയൽ നേരെ കൊണ്ടുവന്ന് ദോക്കിക്ക് കൊടുക്കും. ഇത് ഒരാള് വലിച്ചെറിഞ്ഞതാ, ഇത് വീണ്ടും വലിച്ചെറിയണോ വേണ്ടേ എന്ന് നീ തീരുമാനിക്കാൻ പറഞ്ഞു. അവൻ അതും കൊണ്ട് പോകാൻ പോകുന്ന സമയം ഹനയെ കാണുന്നുണ്ട്. അവളൊന്ന് ശാന്തമാകാൻ വേണ്ടി ഒരു ഐസ്ക്രീം വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയതായിരുന്നു. ഇവളെ കാണുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തല കറങ്ങി വീണ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഹെൽപ്പ് ചെയ്തതിന് ദോക്കി താങ്ക്സ് പറയും. ഇവളുടെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീംസ് കണ്ട് ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുക, അതൊന്ന് ശാന്തമാകാൻ വേണ്ടിയിട്ടാ. അതേന്ന് പറഞ്ഞെടുത്ത് അവള് ഇവനും കൊടുത്തു പോകും. ഇപ്പൊ ഇവൻ ആ ഫയല് തുറന്ന് എന്താണ് അതിനകത്തുള്ളതെന്ന് നോക്കുവാണ്. അത് യങ്മിൻ എന്നൊരു ചെറുപ്പക്കാരന്റെ യൂഡാറ്റയ്ക്കെതിരെയുള്ള കംപ്ലൈന്റ് ആണ്. അവൻ ഈ യൂഡാറ്റയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എംപ്ലോയി ആണ്. അവിടെയുള്ള എല്ലാവരും വളരെ മോശമായിട്ടാണ് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ചെയർമാൻ പാർക്ക് എംപ്ലോയീസിനെ കൊണ്ട് നിർബന്ധിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്യിപ്പിക്കുക, പരസ്പരം തല്ലിപ്പിച്ച് അതിലെല്ലാം സന്തോഷം കണ്ടെത്തുക. അങ്ങനെയുള്ളൊരു വല്ലാത്ത സ്വഭാവമാണ് അയാൾക്കും അയാളുടെ കൂട്ടാളികൾക്കും. ഒരിക്കൽ തങ്ങളുടെ അടുത്തുനിന്ന് പറ്റിയൊരു തെറ്റിന് പ്രായച്ചിത്തമായി ഒരു കസ്റ്റമറിന് ഈ യങ്മീൻ റീഫണ്ട് ചെയ്ത് കൊടുത്ത് അപ്പോളജി ലെറ്റർ അയച്ചു. എന്നിട്ടതെന്ന് ചെയർമാൻ പാർക്ക് ഇവനെ വല്ലാണ്ട് ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യും. ഇനിയും ഇതുപോലെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കൊല്ലത്തിന് ശേഷം അവൻ ആ ജോലി രാജിവെക്കും. ഒരിക്കൽ യൂഡാറ്റയുടെ സൈറ്റിൽ പോയി അവനൊരു കമന്റ് ഇടും. ഇവിടുത്തെ ചെയർമാൻ വളരെ മോശമായ ഒരാളാണ്, എംപ്ലോയീസും മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ പേടിച്ചവനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. എന്നീ കമന്റ് കാണുന്ന ചെയർമാനും കൂട്ടരും ഇവനെ പിടിച്ചുകൊണ്ട് പോയി ഇവന്റെ സ്ഥലത്തിട്ട് ആക്രമിക്കുവാണ്. കെട്ടാകുമ്പോൾ കാര്യങ്ങളെല്ലാം നേരിട്ട് യങ്മിനോട് ചോദിച്ച് മനസ്സിലാക്കാനായി അവന്റെ വീട്ടിൽ വന്നിരിക്കുവാണ് ഹനയും അസിസ്റ്റന്റും. എന്നാൽ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന സ്ത്രീയോട് ചോദിക്കുമ്പോഴാണ് ഈ യങ്മിൻ ഹോസ്പിറ്റലിലാണെന്ന കാര്യം അറിയുന്നത്. ഇതറിഞ്ഞ് ഹന വരുന്നതിന് മുൻപേ ദോക്കി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മറഞ്ഞു നിന്ന് യങ്മിനെയും ഭാര്യയെയും കണ്ട് ഇവൻ മടങ്ങുന്ന സമയത്താണ് ഹനയും അസിസ്റ്റന്റും അങ്ങോട്ടേക്ക് വരുന്നത്. യങ്മിൻ പാലത്തിന് മുകളിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് സൂയിസൈഡ് ആണ് എന്നാണ് ഭാര്യയുടെ സംശയം. അദ്ദേഹം ഒരുപാട് ജോലിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. റിസൈൻ ചെയ്ത ഒരാളെ അവർക്ക് എങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും? ഞാനാണ് അദ്ദേഹത്തിനോട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടു കൂടി മാത്രമേ ജീവിക്കൂ. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ നീ പ്രൗഡ് ആകുമെന്നെല്ലാം എന്നോട് പറഞ്ഞൊരു വ്യക്തി പെട്ടെന്ന് ആ കേസുകളൊക്കെ എങ്ങനെ പിൻവലിക്കും? കാര്യത്തിന്റെ സീരിയസ്നെസ് യങ്മിന്റെ ഭാര്യയുടെ വാക്കുകളിൽ നിന്ന് ഒന്നുകൂടെ ഹനയ്ക്ക് വ്യക്തമാവും. ഇവിടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ദോക്കിയാണെങ്കിൽ യങ്മിന് പകരം ടാക്സി കമ്പനിയുടെ ഗെയിം കളിച്ച് റിവഞ്ച് ചെയ്യാനുള്ള ബട്ടൺ അമർത്തും. യങ്മിൻ ആ പാലത്തിൽ നിന്ന് ചാടിയതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ആ പാലത്തിന്റെ ഭാഗത്തൊന്നും തന്നെ CCTV ഇല്ല. പക്ഷേ ഈ യൂഡാറ്റയ്ക്കകത്ത് ഒരുപാട് CCTVകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കും എന്ന് ഗോയൻ പറയുമ്പോൾ അതിപ്പോ എങ്ങനെ കിട്ടാനാണെന്ന് ചോദിച്ചു നിൽക്കുവാണ് ജോയ്. ഞാനവിടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അതിന് വഴിയില്ല എന്ന് ഗോയൻ പറയുമ്പോഴാണ് എല്ലാവർക്കും തന്നെ പെട്ടെന്നൊരു ഐഡിയ കിട്ടി ദോക്കിയെ നോക്കുന്നത്. അങ്ങനെ യൂഡാറ്റയ്ക്കകത്ത് കയറി പറ്റാനായിട്ട് ഇന്റർവ്യൂവിന് വന്നിരിക്കുവാണ് ദോക്കി. ഒരുപാട് വലിയ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഇവന്റെ CV-ക്കകത്ത് ഗോയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന ഇന്റർവ്യൂവേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഞങ്ങളുടെ കമ്പനി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പം തൊട്ട് എല്ലാത്തിലും ഒന്നാമതെത്തണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജും ബെസ്റ്റ് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. വർക്ക് ചെയ്യുന്ന പ്ലേസും അങ്ങനെ തന്നെ ആവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തത്. യൂഡാറ്റ ഏതാണ്ട് ഈ വേൾഡിലെ തന്നെ നമ്പർ 1 ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അല്ല, വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്യും. ദോക്കിയുടെ കോൺഫിഡൻസും തള്ളിമറക്കലും എല്ലാം കണ്ട് ഇവരങ്ങ് ഇംപ്രസ് ആവും. ഇവരെ കണ്ണും പൂട്ടി മാനേജറിന്റെ പൊസിഷൻ അങ്ങ് എടുത്തു കൊടുക്കും. ഇവിടെ ഹനയും അസിസ്റ്റന്റും ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് സമാന രീതിയിൽ പണ്ട് മറ്റൊരാൾ കൊടുത്ത കംപ്ലൈന്റ് കിട്ടുന്നത്. അങ്ങനെ ഇവര് നേരെ അയാളെ കാണാൻ വേണ്ടി ചെല്ലും. കുറച്ച് ദൂരെയാണ് അയാളുടെ വീട്. എന്നാൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇവര് കാണാൻ വന്നത് എന്തിനാണെന്ന് അറിയുമ്പോൾ അയാൾ ഇവരെ ആട്ടി ഓടിച്ചു വിടും. മെയിൻലി ഇവരെല്ലാം തന്നെ എന്തിനോ ഭയക്കുന്നുണ്ട്. കെട്ടാകുമ്പോ പിറ്റേന്ന് മാനേജറായിട്ട് ചാർജ് എടുത്ത് ദോക്കി ഓഫീസിലേക്ക് വരാണ്. അതിനകത്തേക്ക് കയറാൻ പോകുന്ന ഇവനെ ആരോ വന്ന് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് ഹനയാണ്. ഇവൻ ഇവിടെ കണ്ട് ഷോക്കായി നിൽക്കുവാണ് അവള്. നീ എന്തിവിടെ? അല്ല, നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ച് അതിശയത്തോടെ നിൽക്കുവാണ് ഹന. കെട്ടാകുമ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഗോയൻ. നിനക്ക് ഈയിടെ എന്ത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, എന്ത് ആഹാരം കഴിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ തനിക്ക് ഈയിടെ ആയിട്ട് ഒന്നിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ള കാര്യം ഗോയൻ പറയും. ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ള കാര്യം അത് നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ട്, ഒന്നും എന്റെ തെറ്റല്ല. പക്ഷെ ഡോക്ടർ, ഒന്നും എന്റെ തെറ്റല്ലെങ്കിൽ പിന്നെ അത് ആരുടെയാ? യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ആളുകൾ എവിടെയാ എന്ന് ചോദിക്കുന്ന ഗോയനിനെ കാണിച്ച് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തീരുന്നു. എന്തായിരിക്കും ഗോയനിന്റെ കഥ? ദോക്കിയെ ഹന കൈയോടെ പിടിക്കോ? യൂഡാറ്റയിൽ കയറിയിട്ടുള്ള ദോക്കിയുടെ പ്ലാൻ എന്തായിരിക്കും എന്നെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.